രാഷ്ട്രീയ വിവാദങ്ങളിൽ പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും രംഗത്തിറങ്ങണമെന്ന് CPM നിർദ്ദേശം. വിവാദമാകുന്ന പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാത്രമാണ് നിലവിൽ വിശദീകരണം നൽകുന്നത്. മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയാൽ പ്രതിരോധത്തിന്റെ ശക്തി കൂടുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. പിണറായി വിജയൻ ഏകാധിപതിയെപ്പോലെ ഇടപെടുന്നുവെന്നാണ് CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ വിമർശനം. എന്നാൽ CPMന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അല്ലാതെ വിവാദങ്ങളോട് പ്രതികരിക്കാൻ മറ്റാരുമില്ല എന്ന അവസ്ഥയാണ്. ഇപ്പുറത്ത് പ്രതിപക്ഷത്താണെങ്കിൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരെ വിവാദങ്ങളോട് പ്രതികരിക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാനുമുണ്ട്. സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും നേതാക്കന്മാരും തയ്യാറാകുന്നില്ലെന്ന വിമർശനം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഉയർന്നു വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ചില അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു. ചർച്ച ഗൗരവത്തിലെടുത്ത സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ മന്ത്രിമാർക്കടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉന്നം വെച്ചാണ് മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നത്. SIT ഉൾപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപക്ഷ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചത്. ആ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കോടതിയുടെ വിധിയിലുണ്ട്. അവർ കഴിവുള്ളവരാണ്, കാര്യക്ഷമതയുള്ളവരാണ്, വിശ്വാസ്യതയുള്ളവരാണ്, ട്രസ്റ്റ് വർത്തി ആണ്. UDFന്റെ ആരോപണങ്ങൾ കേട്ട് മൗനമായിരുന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയാകും നിയമസഭയിലെന്നും നേതാക്കന്മാർ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്നതുവരെ ഇനി കേരള രാഷ്ട്രീയത്തിൽ അടിയും തടയും കാണാം. സൈഫ് സൈനുൽ അബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.